ആരോപണം ഉന്നയിക്കുന്നത്? മാത്രമല്ല ഇപ്പോൾ രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പറഞ്ഞ അദ്ദേഹത്തിന് സീരിയൽ കാണാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ PR ആരോപണം കൂടി രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു 2-3 മാസം കൂടി കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് സീരിയൽ കാണാനുള്ള അവസരം ജനങ്ങൾ കൊടുക്കട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പരാതി ഇപ്പോൾ സീരിയൽ കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് ജനങ്ങൾ കണക്കിലെടുക്കാതിരിക്കില്ല. കാരണം അദ്ദേഹത്തെ പോലുള്ള ആൾക്ക് അങ്ങനെ വിഷമം വരാൻ പാടില്ലല്ലോ. ഇപ്പോൾ PR-ൻ്റെ കാര്യം ഇവിടെ പറയുന്നല്ലോ. സ്വന്തമായിട്ടൊരു PR ഏജൻസിയെ കോടിക്കണക്കിന് ഉറുപ്പിക്ക് വെച്ചിട്ട് ആണ് PR എന്ന് സർക്കാരിനെതിരെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ പരാജയം ഈ ചെയ്ത കാര്യങ്ങൾ വേണ്ടതുപോലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. PR-ലാണ് ഞങ്ങൾ പിന്നിലുള്ളത്. PR-ൽ UDF-ൻ്റെ 7 അയലത്ത് വരില്ല. എവിടെ വരെ PR പോകുന്നു? പുതുയുഗ യാത്ര ആള് കുറഞ്ഞാൽ അവിടെ AI പടം വരികയാണ്. രാവിലെ 10 മണിക്ക് നടന്ന സ്വീകരണത്തിൻ്റെ ആൾക്കൂട്ടം എന്ന് പറഞ്ഞ് ലൈറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു പടം വന്നല്ലോ. രാത്രിയിലെ പടം വന്നു. AI ആണ്. അപ്പോൾ PR-കാർക്ക് വകതിരിവില്ലെങ്കിൽ ഇങ്ങനെയും സംഭവിക്കും. അപ്പോൾ എനിക്ക് ഉപദേശിക്കാനുള്ളത്, വെക്കുമ്പോൾ കുറച്ച് വകതിരിവുള്ള PR-കാരെ വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ 10 മണിക്ക് സ്വീകരണം നടന്നിട്ട് നോക്കൂ ഇവിടെ താൽക്കൂട്ടം എന്ന് പറഞ്ഞ് വലിയ ലൈറ്റ് വിട്ടിട്ടുള്ള പടം കൊടുത്താൽ ഇതൊക്കെ ആളുകൾ കയ്യോടെ പിടിക്കില്ലേ? ഇനി രമേശ് ചെന്നിത്തല ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. അദ്ദേഹത്തോട് നിങ്ങൾ പിന്നെ അവരോട് ആരോടും ചോദ്യങ്ങൾ ചോദിക്കില്ല. നിങ്ങളെ പറഞ്ഞാൽ നിങ്ങളെ അല്ല ഞാൻ പറഞ്ഞു, മാധ്യമം ചോദിക്കില്ല എന്നുള്ള ഒരു ധൈര്യവും ആത്മവിശ്വാസമാണ് അവർക്കുള്ളത്. ചോദ്യത്തിന് മുഴുവൻ മറുപടി പറയേണ്ടത് ഞങ്ങളാണല്ലോ. രമേശ് ചെന്നിത്തലയോട് ചോദിക്കണം, അമർത്യ സെന്നിന് കത്തെഴുതി, ഫാറൂഖ് അബ്ദുള്ളയ്ക്ക് കത്തെഴുതി, കനിമൊഴിക്ക് കത്തെഴുതി. ആ കത്തിന് പുല്ല് വില ഇവരാരെങ്കിലും കൽപ്പിച്ചു? എന്ത്? കേരളത്തിലെ വിഷൻ 2031 സെമിനാറിന് പങ്കെടുക്കരുത് എന്ന്. ഇങ്ങനെ പരിഹാസ്യനാവേണ്ടിയിരുന്നോ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ്? ഒരു മറുപടിയെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയോ? എങ്കിൽ ആ മറുപടി അദ്ദേഹം ഒന്ന് പൊതുജനങ്ങളുടെ മുമ്പിൽ കാണിക്കട്ടെ. കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവ്, മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഒരാൾ ഇവർക്കൊക്കെ കത്തയച്ചിട്ട് ഇവരാരെങ്കിലും ഒരു വരി മറുപടി അദ്ദേഹത്തിന് കൊടുത്തോ? എന്നാൽ അദ്ദേഹം മറുപടി ഒന്ന് കാണിക്കട്ടെ. മാത്രമല്ല അവരെല്ലാം വരികയും ചെയ്തില്ലേ? ഫാറൂഖ് അബ്ദുള്ള ഇന്നലെ നടത്തിയിട്ടുള്ള പ്രസംഗം രമേശ് ചെന്നിത്തലയെ പോലുള്ള ആളുകളൊന്ന് കേൾക്കേണ്ടതാണ്. എന്താണ് അദ്ദേഹം നടത്തിയ പ്രസംഗം എന്നുള്ളത്, എങ്ങനെയാണ് ഇവരെല്ലാം കേരളത്തെ കാണുന്നത് എന്നത്. ഇവർക്ക് കേരളത്തെക്കുറിച്ച് നല്ലത് പറയുന്നത് കേൾക്കുക എന്ന് സഹിക്കാനേ പറ്റുന്നില്ല. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് കേരളത്തിലെ ഇടത് വിരുദ്ധരാകെ, UDF മാത്രമല്ല പറഞ്ഞു, ഇടത് വിരുദ്ധരാകെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. നിലവിട്ട മാനസികാവസ്ഥയിലാണ്. അതാ നിങ്ങൾ ബാലുശ്ശേരിയിലെ കാര്യം വരെ തെരഞ്ഞെടുത്ത് അന്വേഷിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് അമർത്യ സെന്നും ഫാറൂഖ് അബ്ദുള്ളയ്ക്കും രമേശ് ചെന്നിത്തല കത്തെഴുതിയതിനെ പറ്റിയിട്ടാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ ആണല്ലോ നിങ്ങൾ അതിൻ്റെ കൂടി ഭാഗമാണ് ഈ ചോദ്യം ഉൾപ്പെടെ. പലസ്തീനോട് എന്താണോ ഇസ്രായേൽ ചെയ്തത് അതാണ് കേരളത്തിൽ ഇടതുപക്ഷത്തോട് മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ ഞങ്ങൾ വിമർശിക്കും, തുറന്നു കാണിക്കും. നിങ്ങൾ മറച്ചുവെക്കുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എല്ലാ മാർഗവും സ്വീകരിക്കും. പക്ഷെ ഒന്നുണ്ട്, ഞങ്ങൾ സത്യം പറയും ജനങ്ങളോട്. സത്യം ഞങ്ങൾ പറയൂ. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം സത്യങ്ങളാണോ? പണ്ട് പറഞ്ഞതെല്ലാം സത്യങ്ങളായിരുന്നോ? ഞാൻ പലതവണ ആവർത്തിച്ചതായതുകൊണ്ട് ആവർത്തിച്ച് എനിക്ക് തന്നെ ബോറടിക്കാൻ തുടങ്ങി. പക്ഷെ നിങ്ങൾ ഉത്തരം പറയുന്നില്ല. ബിരിയാണി ചെമ്പ് എന്തായി? നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ ഞാൻ അന്ന് നിർത്താം. എന്തായി കൈതോലപ്പായ? എന്തായി ഈന്തപ്പഴത്തിൻ്റെ ഉള്ളിൽ കടത്തിയ സ്വർണം? എന്തായി ഖുറാൻ്റെ ഉള്ളിൽ കടത്തിയ സ്വർണം? അതാ ഞാൻ പറഞ്ഞത്, പലസ്തീനോട് എന്താണോ ഇസ്രായേൽ ചെയ്തത് അതാണ് ഇടതുപക്ഷത്തോട്. ഇവിടെ നുണബോംബുകളാണ് വർഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നേ. നുണബോംബുകളാണ്. ഏതിനെങ്കിലും ഒരു വിശദീകരണം ഇന്നേവരെ കിട്ടിയിട്ടുണ്ടോ? ഞങ്ങൾ ആരെങ്കിലും ഒരു കള്ളം പറഞ്ഞാൽ അടുത്ത ദിവസം നിങ്ങൾ ചോദിക്കില്ലേ? അതിന് ഞങ്ങൾ മറുപടി പറയണ്ടേ? തിരിച്ചൊരു അക്കൗണ്ടബിലിറ്റി മാധ്യമങ്ങൾക്കുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഈ കൊടുത്ത വാർത്തകളെല്ലാം എന്തായി? അതുകൊണ്ട് ഇനിയും വരും. ഇതിനേക്കാൾ പ്രഹരശേഷിയുള്ള വാർത്തകൾ അടുത്തൊരു 2 മാസം കടുത്ത കാർപ്പറ്റ് ബോംബിംഗ് ആയിരിക്കും എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഞങ്ങളതൊക്കെ നേരിടാൻ തയ്യാറായിട്ടായിരിക്കുന്നു. അടുത്ത 2 മാസം
കേരളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെയായിരിക്കും പെരുമാറുക എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. അതിനെയൊക്കെ നേരിട്ടാണല്ലോ ഞങ്ങൾ രണ്ടാമത്തെ തവണ ജയിച്ചു വന്നത്.